കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു കടന്നു പോകുമ്പോൾ 2 അന്ധന്മാർ ദാവീദിന്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ എന്ന് കരഞ്ഞപേക്ഷിച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു. അവൻ ഭവനത്തിലെത്തിയപ്പോൾ ആ അന്ധന്മാർ അവൻ്റെ സമീപം ചെന്നു. യേശു അവരോട് ചോദിച്ചു, എനിക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഉവ്വ് കർത്താവേ എന്ന് അവർ മറുപടി പറഞ്ഞു. നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു. അവരുടെ കണ്ണുകൾ തുറന്നു. ഇത് ആരും അറിയാനിടയാകരുത് എന്ന് യേശു അവരോട് കർശനമായി നിർദ്ദേശിച്ചു. എന്നാൽ അവർ പോയി അവൻ്റെ കീർത്തി നാടെങ്ങും പരത്തി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. വിശ്രാന്തിത്രയും സ്നേഹമുള്ളവരെ, ഇന്ന് തിരുസഭാ മാതാവ് നമ്മുടെ ഈ വിചിന്തനത്തിനായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന വചനഭാഗം മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 27 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങളാണ്. ഇന്ന് ലോകത്തിൻ്റെ കാഴ്ചകളിൽപ്പെട്ട് പലപ്പോഴും ആത്മീയമായ അന്ധത ബാധിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ ലോകത്തിൻ്റെ കാഴ്ചകളിൽ മുഴുകുന്ന അവസരങ്ങളിൽ അതിന് പുറകിൽ പ്രവർത്തിച്ചവൻ കർത്താവാണ്, അവിടുത്തെ സ്നേഹവും കരുണയുമാണ് എന്ന് തിരിച്ചറിയാതെ ആ ഒരു ലോകത്തിലേക്ക് ആയിപ്പോകുന്ന നമ്മൾ ഓരോരുത്തരും പിന്നീട് വിശ്വാസ ജീവിതത്തിൽ നിന്നും പുറകോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒത്തിരിയേറെ ആഗ്രഹിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും നമ്മുടെ ജീവിതത്തിൽ നടക്കാതെ പോകുന്ന ഓരോ കാര്യങ്ങളെയും ഓർത്ത് വിശ്വാസം തന്നെ ഉപേക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു വരുമ്പോൾ തീർച്ചയായും ഇന്നത്തെ സുവിശേഷത്തിലെ ഈ 2 അന്ധന്മാർ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയ മാതൃകയായിട്ട് മാറും. അവർ യേശുവിനെക്കുറിച്ച് ഒത്തിരിയേറെ കേട്ടിട്ടുണ്ട്. യേശുവിന് ഞങ്ങളെ സുഖപ്പെടുത്താൻ സാധിക്കുമെന്ന വിശ്വാസം അവരുടെ ജീവിതത്തിൽ കടന്നു വന്നതുകൊണ്ടാണ് ഒത്തിരിയേറെ പ്രത്യാശയോടുകൂടെ ആ ഒരു നിമിഷത്തിന് വേണ്ടി അവർ കാത്തിരുന്നത്. യേശുവിനെ ഒന്ന് കണ്ടാൽ തീർച്ചയായും ഞങ്ങൾ സുഖം പ്രാപിക്കുമെന്ന വിശ്വാസം അവരിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോഴാണ് അതിലെ കടന്നു പോകുന്നവൻ യേശുവാണ് എന്ന് അവർ തിരിച്ചറിയുന്നത്. ഉടനെ തന്നെ ദാവീദിന്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ എന്ന് വിളിച്ചപേക്ഷിക്കുന്ന ആ 2 അന്ധന്മാരെയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുക. എന്നാൽ തങ്ങളുടെ കരച്ചിൽ കേട്ടിട്ടും തങ്ങളെ അനുഗ്രഹിക്കാതെ കടന്നു പോകുന്ന യേശുവിൻ്റെ പുറകെ അനുഗമിക്കുന്ന അന്ധരെയാണ് നമ്മൾ കാണുക. അവർ നിരാശരായി മാറുന്നില്ല. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കരഞ്ഞപേക്ഷിച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു. അവൻ ഭവനത്തിലെത്തിയപ്പോൾ ആ അന്ധന്മാർ അവൻ്റെ സമീപം ചെന്നു എന്നാണ് പറയുന്നത്. തീർച്ചയായും ദാവീദിന്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ എന്ന് അവർ വിളിച്ചപേക്ഷിച്ചപ്പോൾ യേശു അവരുടെ കരച്ചിൽ കേട്ടിട്ടുണ്ടാകും. പക്ഷേ അവരെ ഒന്ന് പരിഗണിക്കാതെ മുന്നോട്ട് പോയപ്പോൾ ആ അന്ധരായ വ്യക്തികൾ എന്താണ് ചെയ്യുന്നത്? തപ്പിത്തടഞ്ഞ് അവൻ്റെ പുറകെ അവനെ അനുഗമിച്ചു എന്നാണ് പറയുന്നത്. അത് അവരുടെ പ്രത്യാശയും വിശ്വാസവുമാണ് എടുത്തു കാണിക്കുന്നത്. അവർ നിരാശയിലേക്ക് നിബന്ധിച്ചില്ല, മറിച്ച് ഞങ്ങളെ ഇനിയും അവന് അനുഗ്രഹിക്കാൻ സാധിക്കും എന്ന വിശ്വാസത്തോടെ അവനെ അനുഗമിക്കുവാൻ ആ അന്ധന്മാർ തയ്യാറായി എന്നുള്ളതാണ്. അവസാനം എങ്ങനെയോ അവൻ ഭവനത്തിൽ പ്രവേശിച്ചപ്പോൾ യേശുവിൻ്റെ സമീപത്തെത്തുവാൻ അവർക്ക് സാധിച്ചു. അവർ ആ വിശ്വാസം കണ്ടതുകൊണ്ട് തന്നെയായിരിക്കാം എനിക്കിത് ചെയ്യാൻ സാധിക്കുമോ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ എന്ന് കർത്താവ് അവരോട് ചോദിക്കുന്നത്. ഉവ്വ് കർത്താവേ എന്ന് പറയുമ്പോൾ തീർച്ചയായും അന്ധരായ ആ വ്യക്തികളുടെ കണ്ണുകളിൽ പ്രത്യാശയുടെ നിഴൽ പതിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് കർത്താവ് അവരോട് പറഞ്ഞത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ കർത്താവിനെ അനുഗമിക്കുവാൻ നമുക്ക് സാധിക്കുമോ? ഈ അന്ധന്മാർ യേശുവിനെ വിളിച്ച് കരഞ്ഞപ്പോൾ, ദാവീദിന്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ എന്ന് കരഞ്ഞപ്പോൾ യേശു ആദ്യം ചെവി കൊടുക്കുന്നില്ല. പക്ഷേ അവർ പ്രത്യാശയോടെയും വിശ്വാസത്തോടെയും യേശുവിനെ അനുഗമിക്കുവാൻ തയ്യാറായി. നമ്മുടെ ജീവിതത്തിലും നമ്മളും ഒത്തിരിയേറെ കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എത്താറുണ്ട്. ഒത്തിരിയേറെ ആഗ്രഹത്തോടുകൂടി ഓരോ നിയോഗങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാറുണ്ട്. അത് ആ നിമിഷം തന്നെ കർത്താവ് കേൾക്കണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ നിരാശയിലേക്ക് നിബന്ധിക്കാറാണോ അതോ
വിശ്വാസത്തോടെ പ്രത്യാശയോടെ ഈ അന്ധരെ പോലെ കർത്താവിനെ അനുഗമിക്കാൻ തയ്യാറാകുന്നവരാണോ നമ്മൾ ഓരോരുത്തരും? പ്രിയമുള്ളവരെ, ഇന്ന് പല സാഹചര്യങ്ങളിലും വിശ്വാസത്തിൽ നിന്ന് നിബന്ധിച്ചു പോകുന്ന വ്യക്തികൾ അവരുടെ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും ദൈവസന്നിധിയിൽ സമർപ്പിച്ചവരാണ്. പക്ഷേ ഞങ്ങളുടെ പ്രാർത്ഥനകളൊന്നും കർത്താവ് കേൾക്കുന്നില്ലല്ലോ എന്ന ഒരു നിരാശയാണ് പലരെയും വിശ്വാസ ജീവിതത്തിൽ നിന്ന് പുറകോട്ട് വലിക്കുന്നത്. എന്നാൽ ഈ അന്ധർ എപ്രകാരമാണ് പ്രതികരിച്ചത്? അവർ യേശുവിനെ അനുഗമിക്കുവാൻ തയ്യാറായി. തങ്ങൾക്ക് കാഴ്ചയില്ല എന്ന ബോധ്യം അവർക്കുണ്ട്, തങ്ങൾ തപ്പിത്തടഞ്ഞ് വീഴാനുള്ള സാധ്യതയുണ്ട് എന്ന ബോധ്യം അവർക്കുണ്ട്. പക്ഷേ അവരുടെ ആഗ്രഹം അവർ യേശുവിനെ അനുഗമിക്കുവാൻ ഇടയാക്കി. അങ്ങനെയാണ് ആ ഭവനത്തിൽ പ്രവേശിക്കുന്ന വേളയിൽ യേശുവിൻ്റെ സമീപത്തെത്തുവാൻ അവർക്ക് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, അവിടെ നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു, അവരുടെ കണ്ണുകൾ തുറന്നു എന്നാണ് വചനം പറയുക. അത് അവർക്ക് ക്രിസ്തു നൽകുന്ന ക്രിസ്തുവിൻ്റെ അനുഭവമാണ്. അവരുടെ കണ്ണുകളിൽ സ്പർശിച്ച നിമിഷം തന്നെ അവൻ്റെ ആ അനുഭവം അവരിലേക്ക് ഇറങ്ങി എന്നാണ് നമ്മൾ തിരിച്ചറിയുക. യേശുവിൻ്റെ സ്പർശനത്തിൻ്റെ ശക്തി തിരിച്ചറിയുവാൻ ഈ അന്ധന്മാർക്ക് സാധിച്ചു. അതുപോലെ യേശുവിൻ്റെ സ്പർശനത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞ ഒത്തിരിയേറെ ആളുകൾ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. രക്തസ്രാവക്കാരി സ്ത്രീ പോലും അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലൊന്ന് സ്പർശിച്ചാൽ മാത്രം മതി എന്ന് വിശ്വസിച്ചപ്പോൾ അവളുടെ വിശ്വാസമാണ് അവൾക്ക് സൗഖ്യമായിട്ട് മാറുന്നത്. ഭരണാധികാരിക്ക് തൻ്റെ മകളെ ഉയർപ്പിക്കുവാൻ കർത്താവിന് സാധിക്കുമെന്ന് വിശ്വസിച്ചപ്പോൾ അവൻ്റെ വിശ്വാസമാണ് ആ ബാലികയുടെ കൈക്ക് പിടിച്ചുകൊണ്ട് കർത്താവ് അവളെ ജീവനിലേക്ക് കൊണ്ടുവരുന്നതായിട്ട് നമ്മൾ കാണുക. മൃതശരീരത്തിന് പോലും കർത്താവിൻ്റെ സ്പർശനം ജീവനായിട്ട് മാറുന്നത് നമുക്കവിടെ കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, കർത്താവിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് അനുഗ്രഹമായിട്ട് മാറും എന്ന് മനസ്സിലാക്കുക. ലാസർ മരിച്ച് 4 ദിവസം കഴിഞ്ഞപ്പോഴാണ് യേശുനാഥൻ ലാസറിനെ കാണുവാൻ വേണ്ടി അവിടെ ചെല്ലുന്നത്. വിശ്വസിച്ച ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞതിന് ശേഷമാണ് കർത്താവ് ലാസറിനെ ഉയർപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുക. അവിടെയും കർത്താവ് ഊന്നൽ കൊടുക്കുന്നത് എന്തിനാണ്? വിശ്വസിക്കുക എന്നുള്ള കാര്യത്തിലാണ്. നമ്മൾ ഓരോരുത്തരും വിശ്വസിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ ദർശിക്കുവാൻ സാധിക്കും. ആ ഒരു ബോധ്യത്തോടെ നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതികൂലമായ സാഹചര്യങ്ങളുണ്ടായാലും കർത്താവ് എൻ്റെ കൂടെ ഉണ്ടാകും എന്ന പ്രത്യാശയോടെ മുന്നോട്ട് പോകുവാൻ ഈ ആഗമന കാലത്ത് നമുക്ക് പരിശ്രമിക്കാം. ഈ ആഗമന കാലം നമ്മുടെ മുമ്പിൽ പകർന്നു നൽകുന്നതും ആ ഒരു പ്രത്യാശയാണ്. ആ ഒരു ബോധ്യത്തോടെ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ നിരാശയിലേക്ക് നമ്മൾ നിബന്ധിക്കില്ല. ആ ഒരു കൃപയ്ക്ക് വേണ്ടി ഇന്നത്തെ ദിവ്യബലി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.